ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ സുസ്മിതയും പാചക മത്സരത്തിന് പങ്കെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ ഇങ്ങനെ ഉമ്മർത്തിരിക്കുമ്പോ ഭാമ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കണേ. വേണ്ട ഭാമേ, വിശപ്പില്ല, നീ ഇവിടെ ഇരിക്കേ, നമുക്ക് ഇവിടെ ഇരുന്ന് ഈ തണുത്ത കാറ്റ് കൊള്ളാം. എന്താ രാഘവേട്ടാ, രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നല്ല തണുപ്പുണ്ട്, വല്ല വയ്യായും വരുത്തണ്ട. അങ്ങനെ രാഘവേട്ടൻ വീണ്ടും വീണ്ടും നിർബന്ധിക്കുമ്പോ ഭാമ അവിടെ ഇരിക്കുക. അങ്ങനെ രാഘവേട്ടൻ പഴയ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് പറയണേ. ആ വലിയ വീടല്ല, അതിനു മുമ്പുണ്ടായിരുന്ന ആ ചെറിയ വീടിനെ കുറിച്ചൊക്കെയാണ് ഭാമയോട് പറയുന്നത്. വിഷ്ണു കൈക്കുഞ്ഞായിരുന്നപ്പോ നമ്മള് ആ പടിഞ്ഞാറ് മുറ്റത്ത് പോയിരിക്കാറില്ലേ, നമ്മളത് ശീലമാക്കി. നീ എന്റെ തോളില് ചാരി പറയായിരുന്നില്ലേ മരണത്തിന് പോലും ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന്. ഭാമ പറയും, എന്താ രാഘവേട്ട എങ്ങനെയൊക്കെ പറയുന്നേ? പഴംപുരാണം പറയാൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഭാമേ? ഓർമ്മയില്ലാത്ത ഈ പോക്ക് ഏതെങ്കിലും വണ്ടിയുടെ അടിയില് അല്ലെങ്കിൽ ഏതെങ്കിലും കായലില്. ഈ അസുഖം എന്നെ കൊണ്ട് എത്തിക്കുന്നത് അവിടെ എവിടെയെങ്കിലും ആയിരിക്കുന്നേ. എന്തായാലും വീട്ടിൽ കിടന്നായിരിക്കില്ല, അതുറപ്പാ. ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും. എങ്കിലേ മരണം വരെ തീരുമാനിച്ചെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ തീരുമാനിക്കണ്ടേ? ചിതയ്ക്ക് തീ കൊടുത്തണ്ടേ? കർമ്മങ്ങൾ ചെയ്യണ്ടേ? അതൂടെ പറയാത്ത എന്താ? ഒരേ ഒരു മകനല്ലേ ഉള്ളൂ, അവൻ വരുന്നു കരുതിയോ? അവനെ നാട് മൊത്തം പോലീസുകാർ തെരഞ്ഞന്വേഷിച്ചോണ്ടിരിക്കുക. അപ്പൊ പിന്നെ എങ്ങനെ അവൻ വന്ന് കർമ്മം ചെയ്യും? അപ്പോ അതിനും യോഗമില്ല. പറഞ്ഞു പറഞ്ഞ് കാട് കയറില്ലേ? ഈ അസുഖം ലോകത്ത് ആർക്കും വരാത്ത കാര്യമില്ലല്ലോ, ചികിത്സിച്ച ഭേദാകുന്ന കാര്യമാണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? അതിനുള്ള വഴിയും പറഞ്ഞില്ലേ? രാഘവേട്ടൻ പറയും, വഴി മാത്രം പോരല്ലോ, മാർഗവും വേണ്ടേ ഭാമേ? മാർഗം ഉണ്ടാവും രാഘവേട്ട, കൂടെ ഞാനില്ലേ, വാ, എന്നിട്ട് എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അപ്പോഴായിരിക്കും വിഷ്ണു ബൈക്കിൽ അങ്ങോട്ട് വരുന്നത്. വിഷ്ണു വരുന്നാണുമ്പോ രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. രാഘവേട്ടന് സന്തോഷവും. മോനെ ഡാ വാ അച്ഛാ എന്ന് വിളിച്ച് വിഷ്ണു വരുമ്പോ ഭാമ പറയും, നിന്നോട് ഇവിടെ കയറി പോരുതെന്നല്ലേ പറഞ്ഞത്? വിഷ്ണുക്കും, ഞാൻ പിന്നെ എങ്ങോട്ട് പോണമ്മേ? ഭാമയ്ക്കും, അമ്മയോ? ഏതമ്മ? കള്ള ചാരായം വിൽക്കുന്നവനെയൊന്നും ഞാൻ എന്നെ അമ്മയെന്ന് വിളിക്കാൻ സമ്മതിക്കില്ല. ഭാമേ കൂടുന്നുണ്ട് കേട്ടോ. രാഘവേട്ടൻ പറയുമ്പോ ഭാമ അറിയും, എന്താ രാഘവേട്ട ചതി എന്താ? ഇവന് മാത്രമേ പറ്റോ? ഇവർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കാണല്ലോ അതൊക്കെ. നമ്മളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നവരെ തിരിച്ചു ചവിട്ടി താഴ്ത്താൻ കെൽപ്പുണ്ടായിരിക്കണം രാഘവേട്ട. മക്കൾ എപ്പോഴും ജയിച്ചു കാണാനാ അമ്മമാരെപ്പോഴും ആഗ്രഹിക്കുന്നത്. തോൽക്കുന്ന മക്കളെ ഈ സത്യഭാമയ്ക്ക് വേണ്ട. ചെറിയ ക്ലാസ് പഠിക്കുമ്പോ സ്ലേറ്റ് കൊണ്ട് അടി വാങ്ങിച്ചു വന്നപ്പോ പിറ്റേ ദിവസം 2 സ്ലേറ്റ് വാങ്ങിച്ചു കൊടുത്ത്, ഒന്ന് തല്ലിയവനെ തിരിച്ചു തല്ലാനായിട്ടും മറ്റത് പഠിക്കാനായും വാങ്ങിച്ചു കൊടുത്തവളെ ഈ സത്യഭാമ. പരാജയപ്പെട്ട് നിൽക്കുന്ന ഇവനെ എനിക്ക് കാണണ്ട, ഈ വീട്ടിൽ കയറി വേണ്ട, കടന്നു പോകാൻ പറ ഇവനോട് എന്റെ മുന്നിന്ന് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വിഷ്ണു എല്ലാം കേട്ട് നിന്നിട്ടുണ്ട് ഇതുവരെ. അമ്മയൊന്ന് നിന്നേ, തിരിച്ചു പോവാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതും ഒരു കുറ്റവാളിയായിട്ടുള്ള വിഷ്ണു ആയിട്ടല്ല. അങ്ങനെ വരാൻ കഴിയാത്തതുകൊണ്ടാ ഇത്രയും ദിവസം ഇവിടുന്ന് മാറി നിന്നതും. എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടാ ഞാനിപ്പോ എന്റെ അമ്മയുടെയും അച്ഛന്റെയും മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇനി എന്റെ പിന്നാലെ ഒരു പോലീസും വരില്ല, പക്ഷേ ചെയ്തവരെ മാത്രമേ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സംഭവിച്ച കഥകളൊക്കെ, സ്പിരിറ്റ് എങ്ങനെ വണ്ടിയിൽ വന്നെന്നും ആരാണ് വേപ്പിച്ചതെന്നും അവരെ ആരൊക്കെയാണെന്നും എല്ലാം വിഷ്ണു പറയണേ. പക്ഷെ ചെയ്യിപ്പിച്ചവരെല്ലാം പുറത്തു നിൽക്കുക, അടുത്ത ചതിയായിട്ട് വരാം. ചതിക്കപ്പെടാൻ നിന്നുകൊടുത്താൽ വീണ്ടും വീണ്ടും ചതിയിലേക്ക് പോകപ്പെടും. ഇനി വിഷ്ണുവിന്റെ പോക്കും അങ്ങനെ തന്നെ. ചതി പ്രതീക്ഷിച്ച് ഓരോ അടിയും മുന്നോട്ട് വെക്കൂ. രാഘവേട്ടൻ പറയും, സുസ്മിത അവള് നമ്മളെ തകർക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന കാടകുള വിഷം തന്നെയാ. ഇത്രയൊക്കെ ദുരന്തങ്ങൾ തന്നിട്ടും പക തിരിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോഴാ പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ കഴിയില്ലെന്ന് ഒരു ചൊല്ലുണ്ട്. അവളുടെ കാര്യത്തിൽ അത് ശരി തന്നെയാ. എന്നാ പിന്നെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കുവാമേ, ഞാനും മോനും കൂടെ അങ്ങോട്ട് വരാം. ഭാവയ്ക്ക് വിഷയം മാറണല്ലോ. ഹോ, അപ്പൊ ഇത്രയും നേരം ഞാൻ വിളിച്ചതൊക്കെ വെറുതെ. മകൻ വന്നപ്പോ ഇല്ലാത്ത വിശപ്പൊക്കെ ഉണ്ടാവുകയും ചെയ്തു. രാഘവേട്ടൻ പറയും, വിശപ്പുണ്ടായിട്ടല്ല, ഇവന്റെ കൂടെ ഒന്ന് ഇരിക്കാലോ. എത്ര നാളായി സമാധാനമായിട്ട് ഞങ്ങളൊന്ന് ഒന്നിച്ചിരുന്നിട്ട്, അല്ലേ മോനെ? ഇത് കേൾക്കുമ്പോ തന്നെ വിഷ്ണുവിന്റെ കണ്ണൊക്കെ ഒന്ന് അറിയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടനും വിഷ്ണുവും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുമ്പോ ഭാമ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. വിഷ്ണുവിനെ നോക്കുന്നില്ലെങ്കിലും പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചപ്പാത്തി വേണ്ടെന്ന് രാഘവേട്ടൻ പറയുമ്പോ രാഘവേട്ടന് വേണ്ടി ഇത് ഉണ്ടാക്കുന്ന ചോറ് കഴിക്കാൻ പറ്റാത്തോണ്ടല്ലേ അച്ഛാ? അച്ഛൻ കാരണം അമ്മയും ഇത് തന്നെയല്ലേ കഴിക്കുന്നത്, അതൊക്കെ സ്നേഹം കൊണ്ടല്ലേ. അച്ഛന് ഞാൻ എടുത്തരാം എന്ന് പറഞ്ഞ് വാരി കൊടുക്കുമ്പോഴും രാഘവേട്ടൻ പറയും, വേണ്ടടാ, ഞാൻ വല്ല വെള്ളം കുടിച്ച് കിടന്നോളാം, എന്നാലും ചപ്പാത്തി കഴിക്കാൻ വയ്യ. ദേ അച്ഛാ, വിശന്ന് കുടല് കത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല കേട്ടോ. ഞാൻ കഴിക്കാണ്ടിരിക്കണോ? വേണ്ട, എനിക്ക് വാ തുറക്ക്. അങ്ങനെ രാഘവേട്ടന് വാരി കൊടുക്കുമ്പോ രാഘവേട്ടൻ കഴിക്കാം. ഭാമയ്ക്ക് ചെറിയൊരു കുശുമ്പുണ്ട്, അത് രാഘവേട്ടന് മനസ്സിലാവും. വിഷ്ണു ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, രാഘവേട്ടൻ കഴിക്കാ. എടാ മോനെ, എനിക്കിങ്ങനെ തരുന്ന കണ്ടിട്ടേ ഭാമയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. അതാ അവള് തിരിഞ്ഞിരുന്നത്. നോക്ക്, കുശുമ്പാടാ. അതില് ഭാമേനെ വിഷ്ണു ഇങ്ങനെ നോക്കും. അപ്പൊ ഭാമ ഇങ്ങനെ കാണാത്ത പോലെ ഇരിക്കും. ശേഷം രാഘവേട്ടൻ കൊടുത്തതിനു ശേഷം അടുത്തുള്ള ഭാമയ്ക്ക് നേരെ നീട്ടാണ്. അതിൽ ഭാമ ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്ന് എഴുന്നേൽക്കും. വിഷ്ണുവിന് അങ്ങ് സങ്കടാകും. വിഷ്ണു തല താഴ്ത്തുമ്പോ ഭാമ എഴുന്നേറ്റ് ആ കൈ പിടിച്ച് അത് കരഞ്ഞുകൊണ്ട് കഴിക്കുക. അത് കാണുമ്പോ വിഷ്ണുവിനും കരച്ചിൽ വരും. കരഞ്ഞുകൊണ്ട് കണ്ണീര് തുടച്ചുകൊണ്ട് ഭാമ അവിടുന്ന് പോകുമ്പോ രാഘവേട്ടൻ പറയും, പാവാടാ നിന്റെ അമ്മ, ഈ എടുത്തുചാട്ടവും മുൻഷുണ്ടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഭാമ ഇങ്ങനെ സങ്കടത്തോടെ അവിടെ നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത്
കളക്ടറേറ്റിലാണ്. അവിടെ ADMA ഒരു വയസ്സായ സ്ത്രീയോടും അവരുടെ കൂടെയുള്ള പേരക്കുട്ടിയോടും വളരെ മോശമായിട്ട് പെരുമാറുകയാണ്. അതായത് അവർക്ക് അനുവദിച്ചു കിട്ടേണ്ട ഒരു 10,000 രൂപയുടെ ഫണ്ട് അനുവദിച്ചു തരാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ചു പറയും. നിങ്ങൾ അയാളുടെ ഭാര്യയാണെന്ന് തെളിയിക്ക്, ശേഷം നിങ്ങളുടെ മക്കൾ അയാളുടെ മക്കളാണെന്ന് തെളിയിക്ക്. ഇങ്ങനെയുള്ള ഓരോ ന്യായങ്ങൾ പറയുന്നതൊക്കെ അപ്പുറത്തുനിന്ന് അനുപല്ലവി കാണുന്നുണ്ട്. അങ്ങനെ സഹായം അവർ വീണ്ടും വീണ്ടും പറയുമ്പോ അനു വന്നിട്ട് പറയും, സാർ ഞാൻ പോയി കണ്ടതാ, ആ ഫണ്ട് അവർക്ക് അനുവദിക്കണം, അടുപ്പ് പോലും കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അങ്ങനെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അനു ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ ഫയൽ ഞാൻ സാറിന്റെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. കാലവർഷം വരാതെ എങ്ങനെയാ കാലവർഷക്കെടുതിക്ക് തുക കൊടുക്കുന്നത്? നിയമപരമായിട്ട് ഇവരാണെങ്കിൽ ആ കൃഷ്ണന്റെ ഭാര്യയല്ല. ആദ്യം പേപ്പർ ശരിയാക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഫണ്ട് കൊടുക്കണോ വേണ്ടയോന്ന് എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. അപ്പൊ അനു പറയും, വാ നമുക്കൊന്നുകൂടെ സംസാരിക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. MDMA ആണെങ്കിൽ അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുക. അപ്പൊ അവര് വീണ്ടും വരും. അങ്ങനെ അവിടെ ചെന്നിട്ട് വീണ്ടും അവര് പറയും, 40 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാ താമസിച്ചിരുന്നത്. കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ അദ്ദേഹം കെട്ടിയ താലി ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനേക്കാളും വലിയ എന്ത് തെളിവാ വേണ്ടത്? അതില് അയാൾക്ക് ജോണിന് അങ്ങ് ദേഷ്യം വരും. ഒന്ന് ഇറങ്ങിപ്പോ തള്ളേ, നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിക്കാണ്. ഗെറ്റ് ഔട്ട്, പുറത്തു പോകാനാ പറഞ്ഞത്. ഈ സമയത്തായിരിക്കും ശാലിനി അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ ഇയാൾ ആ ഫയൽ എടുത്ത് എറിയുന്നത് നേരെ ശാലിനിയുടെ മുന്നിലേക്കായിരിക്കും. ശാലിനി കാണുന്നതും അയാളൊന്ന് പേടിക്കുന്നുണ്ട്. ശാലിനിക്കും എന്താ ഇതെന്നാ ചോദിച്ചത്. എന്താ ജോൺ ഈ അമ്മയുടെ അപേക്ഷ ഇത്ര ക്രൂരമായിട്ട് നിഷേധിക്കാൻ കാരണം? അതിന്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ ജോൺ എനിക്ക് തന്നേ പറ്റൂ. ജോൺ പറയും, അവരിതുവരെ കൃത്യമായിട്ടുള്ള പേപ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല. ശാലിനിക്കും 2018 വെള്ളപ്പൊക്കത്തിൽ വീടടക്കം ഒലിച്ചു പോയവർക്ക് എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാ ഫണ്ട് കൊടുത്തത്? ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് ഉണ്ടായിരുന്നോ? ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ ഉണ്ടായിരുന്നോ? അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുട്ടികൾ ഉണ്ടായിരുന്നോ? ഇവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണോ ഫണ്ട് അനുവദിച്ചു കൊടുത്തത്? നിങ്ങൾക്ക് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി അന്വേഷിക്കണം മിസ്റ്റർ, അല്ലെങ്കിൽ ആളെ വിട്ട് അന്വേഷിക്കണം. നീതി അവർക്ക് കിട്ടേണ്ട അവകാശം, അല്ലാതെ നമ്മുടെ കാരുണ്യമല്ല. അനു പറയും, മാഡം ഞാൻ പോയി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയതാണ്, അതാണ് ഇപ്പൊ വലിച്ചെറിഞ്ഞത്. ജോൺ തല താഴ്ത്തി നിൽക്കണേ. ശാലിനിക്കും, മിസ്റ്റർ ജോൺ അബ്രഹാം ഇപ്പൊ എന്ത് പറയുന്നു? ഇന്ന് വൈകിട്ട് ഈ അമ്മയും കൊച്ചും ഇവിടുന്ന് പോകുമ്പോ ഫണ്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യങ്ങൾ നീക്കണം. എന്നിട്ട് നല്ല മനസ്സോടെ അത് ഇവരുടെ കയ്യിൽ വെച്ചു കൊടുക്കണം. നിങ്ങളുടെ വീട്ടിലും കാണില്ലേ ഇതുപോലെ പ്രായമായ ഒരു സ്ത്രീ? ആ അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു ഗതി വന്നതെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാനാവോ? പാവങ്ങൾക്കായിട്ടുള്ള നീതി നിഷേധിക്കുമ്പോ നിങ്ങൾക്ക് അല്പസമയം ഒരു മനസുഖം കിട്ടിയേക്കാം. പക്ഷെ അതിന്റെ ശാപം വന്ന് കേറുന്നതേ അച്ഛന്റെയും അമ്മയുടെയും ആയുർരേഖയ്ക്ക് കുറുകെയായിരിക്കും. കാരണം ഇങ്ങനെ ഒരു മകനെ സൃഷ്ടിച്ചതിലെ അവർക്ക് നേരെയായിരിക്കും ആ ശാപവാക്കുകൾ ചെല്ല. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് കുറച്ച് നന്മ ചെയ്യാൻ വേണ്ടി ജീവിക്കടോ. അങ്ങനെ ജോണിനെ നല്ല ചീത്ത പറഞ്ഞിട്ട് അനുവിനോട് പറയും, ഇവർക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം. വൈകിട്ട് കയ്യിലേക്ക് പൈസ വെച്ചു കൊടുത്ത് മനസ്സ് നിറച്ച് ഇവരെ ഇവിടുന്ന് വിടാവൂ. അനുവരും യെസ് മാഡം. അങ്ങനെ ശാലിനി പോകാൻ നേരത്തെ ജോണിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണേ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞത് കേട്ടല്ലോ മിസ്റ്റർ ജോൺ അബ്രഹാം? യെസ് മാഡം എന്ന് പറയുമ്പോൾ ശാലിനി അവിടെ നിന്ന് നോക്കിക്കൊണ്ട് അങ്ങ് പോകും. ജോണാണെങ്കിൽ ഇപ്പൊ അവരുടെ മുന്നിൽ ആകെ നാണം കെട്ട് നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിലെ ശാന്തേച്ചി അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പൊന്നിയുണ്ട് അമ്മേ എന്ന് വിളിച്ച് വിഷ്ണു വരുമ്പോ പൊന്നി പറയും, വിഷ്ണു കുഞ്ഞ് ചായക്കായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ കയറുമ്പോഴായിരിക്കും ശാന്തേച്ചിയെ കാണുന്നത്. അല്ല ശാന്തേച്ചി ഇവിടെ കുടുംബശ്രീ ഹോട്ടലില്? ശാന്തേച്ചി പറയും, അവിടെ നിർത്തി ഇവിടെ ഒന്ന് കയറി. അങ്ങനെ ശാന്തേച്ചി അവിടുന്ന് ഇറങ്ങി പോകുന്ന കാര്യങ്ങളൊക്കെ വിഷ്ണു ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ അതിനുശേഷം ശാരദാമ്മ വലിയ സങ്കടത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ വിഷ്ണു പറയും, ശാലിനി പറഞ്ഞിരുന്നു ശാന്തേച്ചി പോയിന്ന്, പക്ഷെ ഇവിടെയാണെന്ന് പ്രതീക്ഷിച്ചില്ല. ശാന്തേച്ചി പറയും, എവിടെയാണെങ്കിലും നമുക്ക് ശമ്പളം കിട്ടിയ പോരെ. അതുപോരല്ലോ, ചെയ്യുന്ന ജോലിയുടെ ഒരു കൂറ് വേണ്ടേ? എല്ലാ ജോലിക്കും മാന്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ കാണിച്ച പരിപാടി കുറച്ച് മോശമായി പോയി. ഈ സമയം സത്യമ്മ വന്ന് വിഷ്ണുവിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അല്ല കുഞ്ഞെ, അത് ഞാൻ. വിഷ്ണു പറയും, അതിപ്പോ ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ സമയം വിഷ്ണു എന്ന് വിളിച്ച് ബാമ വരും. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യട്ടെ, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ വെറുതെ ഇടപെടണ്ടെന്ന് പറഞ്ഞില്ലേ. രാഘവേട്ടനെവിടെ? വിഷ്ണു പറയും, ഞാൻ വരുമ്പോ ഉമ്മർത്തിരിപ്പുണ്ടായിരുന്നോ? ഇല്ല, അവിടെ ഇല്ലല്ലോ. അത് ഓർക്കുമ്പോ വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോകും. ബാമാറി മുറിയിലില്ല. ഇപ്പൊ അവര് നന്നായിട്ട് പേടിക്കും. എന്തൊരു കഷ്ടാ അച്ഛാ എന്ന് വിളിച്ച് വിഷ്ണുവും പിന്നാലെ ബാമയും പോവും. പൊന്നി പറയും, ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കാണോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പൊന്നിയും പോവാ. അങ്ങനെ വിഷ്ണുവും ഭാമയും പൊന്നിയും കൂടെ അവിടെ എല്ലാം തരയുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നീടുള്ള പ്രമോല് കാണിക്കുന്നത് തെരച്ചിലിനൊടുവില് രാഘവേട്ടനെ റൂമിന്റെ മറ്റൊരു ഭാഗത്തുനിന്ന് വേറൊരു റൂമിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്. വിഷ്ണുവും ഭാമയൊക്കെ വല്ലാണ്ട് അങ്ങ് പേടിച്ചിട്ടുണ്ട്. ശേഷം പിന്നീട് രാഘവേട്ടന്റെ ചികിത്സയ്ക്കായിട്ട് ഭാമ ആ പാചക മത്സരത്തിന് പങ്കെടുക്കാൻ തയ്യാറാവുന്നതാണ്. അപ്പം നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. സുസ്മിതയും അവിടെ തയ്യാറാവുന്നുണ്ട്, അതുപോലെ ശാരദാമ്മയും. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ആയിരിക്കും ഒരു മത്സരം. ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്